പല വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെയും മാനേജിംഗ് ഡയറക്ടർ ആയിട്ടുണ്ട്, പ്രിൻസിപ്പൽ ആയിട്ടുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ വാർത്തെടുത്തിട്ടുണ്ട്. 14 സബ്ജക്റ്റിന് എക്സ്പെർട്ട് ട്രെയിനറായിട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനത്തിലും ഓടിപ്പാഞ്ഞ് നടത്തേണ്ട ഒരു വ്യാഴവട്ടക്കാലം മുഴുവനും വിദ്യാഭ്യാസ ലോകത്ത് കൊടുത്തിട്ടുണ്ട്. ഒക്കെ ശരിയാണ്. പക്ഷെ ആ സ്ഥലത്തൊക്കെ ഞാൻ വിദ്യാർത്ഥി മക്കളെ ഒരു ജോലിക്കാരനാകാനാണ് പഠിപ്പിച്ചതെങ്കിൽ ഒരു മില്ലേനിയർ ആകാൻ അവസരം തന്ന കമ്പനിയുടെ പേരാണ് MI വിഷയം. അതിലൂടെയാണ് എൻ്റെ വിദ്യാർത്ഥി മക്കളെയും ഞങ്ങളൊക്കെ മില്ലേനിയർഷിപ്പിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. സോ ആക്ച്വലി ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു തിരിച്ചറിവിന്റെ പുറത്താണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് മൈ ഗ്രേറ്റ് സ്പോൺസർ RTC ലീഡർ ഷുഐബ് സാർ. നല്ലൊരു ഗൈഡ് പോലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അതേപോലെ തന്നെ എന്നെ ഈ ബിസിനസ്സിലേക്ക് പോയി നടത്തിയ ഒട്ടനവധി ലീഡർമാരുണ്ട്. അതിലൊക്കെ നിങ്ങളുടെ അഭിമാനമാകുന്ന ഈ പ്രോഗ്രാമിന്റെ എല്ലാം ഊടും പാപം നൽകി അണിയത്തും അവരത് നിൽക്കുന്ന വൺ ആൻഡ് ഓൺലി ITC ഗോയിങ് WTC മിസ്റ്റർ സുരേഷ് സാർ, നല്ലൊരു കൈയ്യ് കൊടുക്കുക. അദ്ദേഹം ഈ കമ്പനിയുടെ TC പോലും അല്ലാത്ത സമയത്ത് ആദ്യ മാത്രയിൽ പരിചയപ്പെട്ടപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തതിലെ വലിയ ഒരു വെർബൽ ടോക്ക്, ഒരു ഫൈറ്റ് തന്നെ നടന്നു, ഒരു സബ്ജക്റ്റുമായി ഡിബേറ്റ് നടന്നു. ആ സമയത്ത് ആ ചർച്ചയിൽ എന്തോ ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്താണെന്ന് അറിയില്ല, ആ വ്യക്തി അതിന്റെ നമ്പർ തന്നിട്ട് പറഞ്ഞു, ഇനിയുള്ള നാൾ മുഴുവൻ ഈ നമ്പർ നിനക്ക് സഹായമാണെന്ന് പറഞ്ഞു. പിന്നീട് എൻ്റെ ഓരോ നാളുകളിലും എൻ്റെ ഓരോ റാങ്ക് വരുമ്പോഴും ഓരോ സമയങ്ങളിലും സമയബന്ധിതമായി എന്നെ വിളിക്കാൻ മറക്കാത്ത, എല്ലാ സമയത്തും എന്നെ പ്രാർത്ഥനയിലും പ്രവർത്തനത്തിലും ഓർത്തുന്ന ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ കാലം തന്റെ കനക സിംഹാസനത്തിലേക്ക് കാത്തുവെച്ച കനക വൈദ്യുതി മനാനൊള്ളി ദ റോയൽ ഡയമണ്ട് ആൻഡ് ക്രൗൺ ഡയമണ്ട് മിസ്റ്റർ മുബീൻ സാർ, നല്ലൊരു കൈയിലൂടെ പറഞ്ഞാൽ ഞാൻ ധാരാളോട് പറയായിരുന്നു, ഇത് മൈ ലൈഫിന്റെ മീറ്റിംഗ് അല്ല, ഇത് സമസ്തന്റെ മീറ്റിംഗ് ആണ്. വാഫിയുണ്ട്, ഉദവിയുണ്ട്, സഖാഫിയുണ്ട്, ഫൈലിയുണ്ട്, മൊത്തത്തിൽ അൽഫാത്തിയ പറഞ്ഞ മോരുതൊള്ളാതെ നല്ല ചാൻസ് ഉള്ള ആൾക്കാരുണ്ട്. ആ ലെവലിൽ നിന്ന് ഇവിടെ ടോട്ടലി വരികയാണ്. ഇന്ന് തോന്നുമാരി വിചാരിച്ചു കൊടുക്കുന്നത്. ആ സമയത്തൊരു കവി അതിലൂടെ നടന്നു പോകുന്നത്, ഭയങ്കര ചിന്തകനായ കവി. അയാൾ ആ റോട്ടുമ്പോൾ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആകെ ഞെട്ടിപ്പോയി. ഈ സീൻ കണ്ടപ്പോൾ അവിടെ അദ്ദേഹം ഒരു സാധനം എടുത്ത് ആ ചുമരിൽ എഴുതി കവിത എഴുതി. ആ കവിതയാണ് ലക്ഷ്യമില്ലാതെ പോണോട് എനിക്ക് പറയുന്നത്. കവിത ഇങ്ങനെയായിരുന്നു: 30 സയന്റിസ്റ്റും ഒരൊപ്പ് ചാർത്തിക്കൊണ്ട് അടിവരയിട്ട് പറഞ്ഞു, ഇനി ലോകത്തിന്റെ മില്ലേനിയറെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ് എന്നാൽ അടിവരയിട്ട് പറഞ്ഞു. അപ്പൊ ലീഡർമാരുടെ ചോദ്യം ഇതാണ്. ഇസ്മായിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഈ ലോകത്തിന് നിലകിലെ എല്ലാ എക്കണോമിക്കൽ സയന്റിസ്റ്റും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചാണ് കൃത്യമായി പ്രവചിക്കുന്നത്. നിനക്ക് വേണമെങ്കിൽ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഏതാണ് ഓപ്ഷന്? ഇത് ആളെ ചേർത്തുന്ന പരിപാടിയാണ്, ഇത് തട്ടിപ്പാണ്, ഇത് വെട്ടിപ്പാണ്, ഇത് നടക്കൂല. 2 ഓപ്ഷനിലും എനിക്ക് നിൽക്കാം. പക്ഷെ നിന്റെ ആ രണ്ടാമത്തെ ഓപ്ഷൻ, ഇറ്റ് മീൻസ് നെഗറ്റീവ് പാറ്റേണിന്റെ സീറ്റിൽ ഇരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എക്കോണമി എന്താണെന്ന് അറിയാത്തവരാണ്, എക്കണോമിക്കൽ റെവല്യൂഷൻ പഠിക്കാത്തവരാണ്, അപ് ടു ഡേറ്റ് ആയിട്ട് ഇന്നത്തെ വാണിജ്യ വ്യവസായ ലോകത്തിന്റെ വിവര സാങ്കേതികത ഇല്ലാത്തവരാണ്. നിനക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ആരെ കൂടെ നിൽക്കാം? നീ നിൽക്കുന്നത് ഈ ബിസിനസ്സിനെ നെഗറ്റീവായി കാണുകയാണെങ്കിൽ